ജയിലറയീർച്ചവളോ മരണമോ വന്നിടട്ടെ. അങ്ങനെ ഒരു നല്ലൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്തൊക്കെ പ്രതിസഹനം വന്നാലും, അപമാനം വന്നാലും, പ്രതിസന്ധി വന്നാലും, പീഡനം വന്നാലും സന്തോഷിച്ച് സാക്ഷ്യപ്പെടുത്തി അഭിമാനത്തോടെ ആനന്ദത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന കാലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാലത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ കുടുംബത്തോട് ആത്മാവ് ആവശ്യപ്പെടുകയാണ്. പണ്ടത്തെ പോലെ നല്ലൊരു കാലം ആ കാലം ഓർക്കുന്നില്ലേ? ആ കാലം ഓർക്കുന്നില്ലേ? ഒരു 10-20 കൊല്ലം ആ കാലം നിങ്ങൾ ഓർത്തു നോക്കിയേ. ആത്മാവിന്റെ ശക്തമായ പ്രവർത്തനവും അഭിഷേകവും കർത്താവിന്റെ നാമത്തെ പ്രതിയുള്ള സഹനവും വേദനയും ബന്ധുമിത്രങ്ങൾ പരിഹസിക്കുന്നു, പലരും കുടുംബത്തെ പിടിച്ച് പുറത്താക്കുന്നു. യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചതിന്റെ പേരിൽ ബന്ധുമിത്രങ്ങൾ ഉപേക്ഷിക്കുന്നു, ഒറ്റപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു. ഇതിന്റെ നടുവിൽ ആനന്ദത്തോടെ കർത്താവിനെ സാക്ഷ്യം നൽകിയ ഒരു നല്ല കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമുക്കത് നഷ്ടപ്പെട്ടു പോയി, കൈമോശം വന്നു പോകുന്നു. ഓ ഹല്ലേലൂയ! ആ ഒരു കാലത്തിലേക്ക് മടങ്ങി വരുവാൻ നമ്മുടെ കൂട്ടായ്മയോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. ക്ലേശങ്ങളുടെ തീവ്രമായ പരിശോധനകളിൽ അവരുടെ അവരാ സന്തോഷം കൊണ്ട് മതിമറക്കാണ് സഹോദരങ്ങളെ. വീണ്ടും അതേ വചനത്തിൽ പറയുന്നു, കൊടിയ ദാരിദ്ര്യവും. എന്താണ് കൊടിയ ദാരിദ്ര്യവും? കഞ്ഞി കുടിക്കാൻ മാർഗമില്ല, മുഴു പട്ടിണി. കർത്താവിന്റെ വചനത്തെ പ്രതി ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് നിങ്ങൾ പറയാനുണ്ട്. വേല ചെയ്യുന്നവരെ, സുവിശേഷ വേല ചെയ്യുന്നവരെ, സാക്ഷ്യം വഹിക്കുന്നവരെ, കൂട്ടായ്മ ലീഡ് ചെയ്യുന്നവരെ, കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നവരെ, എൻ്റെ സഹോദരങ്ങളെ, പണമില്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ സാമ്പത്തികമായ കുറവിന്റെ പേരിലോ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായ ക്ലേശത്തിന്റെ പേരിലോ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ പേരിലോ നമ്മൾ ആരും കർത്താവിന്റെ വേല വിട്ടു പോകരുത്, കൂട്ടായ്മ വിട്ടു പോകരുത്. കർത്താവ് വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ് ആത്മീയ ബന്ധം. ഇത് അത്രയും വലിയൊരു ബന്ധമാണിത്. നിങ്ങളെ കാണും മനസ്സ് ഭംഗിവാക്ക് പറയല്ല, മനസ്സ് നിറയെ പ്രിയപ്പെട്ടവരെ. ഒരുപാട് പേര് സഹിക്കുന്നവരുണ്ട്, ഒത്തിരി സഹിക്കുന്ന സഹനാത്മാക്കള്, യാഗാത്മാക്കള്, കർത്താവിന്റെ ബലിയാത്മാക്കള് ഇതിനകത്തിരിപ്പുണ്ട്. ശ്രദ്ധിക്കണം. ക്ലേശങ്ങളുടെ തീവ്രമായ പരിശോധനകളിൽ സന്തോഷാധിക്യം. രണ്ടാമത് പറയാണ്, കൊടിയ ദാരിദ്ര്യവും. കൊടിയ ദാരിദ്ര്യത്തിൽ അവരെന്ത് ചെയ്തു? ഉദാരതയുടെ സമ്പത്തായി. കണ്ടു, കൊടിയ ദാരിദ്ര്യത്തില് അവര് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവരെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ! പണം മാത്രമല്ല, അവരുടെ കഴിവ്, അവരുടെ ജീവിതം, അവരുടെ ആരോഗ്യം, അവരുടെ സമയം, ഇതെല്ലാം ഉദാരതയുടെ. കൊടിയ ദാരിദ്ര്യം വന്നപ്പോൾ അവർ വേല വിട്ടു പോയോ? കൊടിയ ദാരിദ്ര്യം വന്നപ്പോൾ അവർ കൂട്ടായ്മ വിട്ടു പോയോ? കൊടിയ ദാരിദ്ര്യം വന്നപ്പോൾ അവര് കർത്താവിന്റെ കരം വിട്ട് അവർക്ക് തോന്നിയ വഴിയിലൂടെ അവർ പോയോ? വചനം പറയുക, മക്കെദോനിയയിലെ വിശ്വാസികൾക്ക് കൊടിയ ദാരിദ്ര്യമുണ്ടായി, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഈ സാമ്പത്തിക ക്ലേശങ്ങളുടെ മധ്യേ അവർ കൂടുതൽ സമർപ്പണമുള്ളവരായി, കൂടുതൽ വിശ്വാസമുള്ളവരായി, കൂടുതൽ പ്രതിബദ്ധതയുള്ളവരായി കർത്താവിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവരെല്ലാം അങ്ങ് ഒഴുക്കിക്കളയുകയാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! കരമടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. ഹല്ലേലൂയ! കണക്ക് നോക്കാതെ കൊടുക്ക്. നിന്റെ ജീവിതം തന്നെ കൊടുക്ക്, ആരോഗ്യം കൊടുക്ക്, സമയം കൊടുക്ക്, കഴിവുകൾ കൊടുക്ക്, സാധ്യത കൊടുക്ക്, നിന്റെ മക്കളെ കൊടുക്ക്, നിന്റെ കുടുംബത്തെ കൊടുക്ക്. ഓ, നമ്മുടെ കർത്താവ് അതിന് യോഗ്യനാണ്. ഹല്ലേലൂയ! അവനത് ഏറ്റെടുക്കുവാൻ, സ്വീകരിക്കാൻ തക്കവിധം യോഗ്യനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ! അതുകൊണ്ട് മക്കെദോനിയയിലെ വിശ്വാസികൾക്ക്, അവർക്ക് ഈ ദാരിദ്ര്യം വന്നപ്പോൾ മാനസിക നില തെറ്റിയിട്ട് ഭ്രാന്തി പിടിച്ചിട്ട് അവർ ചെയ്തതാണല്ല, ബോധ്യത്തോടെ ചെയ്ത് കൊടിയ ദാരിദ്ര്യത്തിലെ എല്ലാം അങ്ങ് കർത്താവിന് വേണ്ടി ഒഴുക്കിക്കളഞ്ഞു. ഈ ഒരു സമർപ്പണമാണ്
ഈ കുടുംബത്തിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ.